Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ജനുവരി 1 തീയതി മുതൽ ആരംഭിക്കുകയാണ്. സോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. സോ നിങ്ങളുടെ മെയിൻ പേപ്പേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് മാനേജ്മെന്റ് ബികോം സ്റ്റുഡൻസിന്റെ. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാളും ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്ററിലെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നമ്മുടെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇവിടെ നമുക്ക് 4 SI ചോദ്യങ്ങളാണ്. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. സോ ഇതിലെ 3 എണ്ണം മാനേജ്മെന്റിന്റെ ഏരിയയിൽ നിന്നും ഒരെണ്ണം എത്തിക്സിൽ നിന്നാണ് വരാം. സോ എത്തിക്സിൽ നിന്ന് നമ്മൾ മിക്ക പേപ്പറിലും മാറി മാറി കണ്ടുവരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ബിസിനസ് എത്തിക്സ്. നിർബന്ധമായും പഠിക്കുക. ബിസിനസ് എത്തിക്സ് എന്താണ്, അതിൻ്റെ ബേസിക്സ്, ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്. നിർബന്ധമായും പഠിക്കണം കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബേസിക്സ്. അത് ചില സമയത്ത് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. എന്താണ് മാനേജ്മെന്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്, ഓക്കെ. അതിൻ്റെ മെറിറ്റ്സും കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ കേട്ടോ. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അത് നോക്കണം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മറ്റൊരു സജഷൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ മോട്ടിവേഷണൽ തിയറീസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറീസ് ആണ്. തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അതിൽ മെഗ്രഗറുടെ XY തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക പേപ്പറിലും മാറി വരാറുള്ളതാണ്. മാറി മെഗ്രഗേഴ്സ്. സോ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് മോട്ടിവേഷൻ തിയറി. അതിലെ മെഗ്രഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്ലോ ഒക്കെ 5 മാർക്കിൻ്റെ 2 മാർക്സിൻ്റെ ഒക്കെയാണ് പിന്നെ കണ്ടുവരാറ് കേട്ടോ. അപ്പോൾ മോട്ടിവേഷൻ തിയറീസ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇനി 2 ടോപ്പിക്കുകളിൽ ഏതെങ്കിലും വരണം. ചില സമയത്ത് മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ ബേസിക്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതൊരു ടോപ്പിക്ക്. കമ്മ്യൂണിക്കേഷൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ബാരിയേഴ്സ് കണ്ടുവരാറുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ലീഡർഷിപ്പ് എന്താണ്, അതിൻ്റെ ക്വാളിറ്റീസൊക്കെ, ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ ലീഡർ. അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ പ്രിൻസിപ്പിൾസ് അതും നോക്കാം. അപ്പോൾ ഈ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരാറുണ്ട്. മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ 8 പ്രൈമറി എലമെന്റ്സ് ചോദിക്കാറുണ്ട്. 8 പ്രൈമറി എലമെന്റ്സ്, ഓക്കെ. അതൊരു ടോപ്പിക്ക്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് 2 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാറുള്ളതാണ്. അത് വരുന്നത് ഇതാണ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്? ദെൻ ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്.
activities involved in it. അതുപോലെ തന്നെ ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് മാനേജ്മെന്റ്. എന്താണ് സ്ട്രെസ് മാനേജ്മെന്റ്? എന്താണ് നിർബന്ധമായും പഠിക്കണം. സ്ട്രെസ് മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ടെക്നിക്സ്, സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്? ടെക്നിക്സ്. ഓക്കെ, അതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫിഷ് ബോൺ ഡയഗ്രാം. എന്താണ് ഫിഷ് ബോൺ ഡയഗ്രാം? എന്താണ്? ദെൻ പ്രോസസ് ഇൻ ക്രിയേറ്റിംഗ് എ ഫിഷ് ബോൺ ഡയഗ്രാം. ഓക്കെ, സോ ഇതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ള. ഇനി ലാസ്റ്റ് ഒന്നും കൂടി പറയാനുള്ളത് കൺട്രോളിങ് എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. കൺട്രോളിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോസസ്സ് നോക്കാം കേട്ടോ. അതുപോലെ തന്നെയുള്ള ആണ് ഓർഗനൈസിങ്. എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, നോക്കിക്കോളൂ. ഓർഗനൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള എസ് ഐ ചോദ്യങ്ങൾ. നമുക്ക് 4 SI ചോദ്യങ്ങളാണ് വരിക. അതിൽ 2 എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 4 SIയിൽ 2 കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 4 ഒരെണ്ണം എത്തിക്സിൽ നിന്നായിരിക്കും. അപ്പോൾ ബിസിനസ് എത്തിക്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് നോക്കാം. ദെൻ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മോട്ടിവേഷൻ തിയറീസ്, അതുപോലെ തന്നെ അതിൽ മെഗ്രഗർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, ലീഡർഷിപ്പ്, അതിൻ്റെ ക്വാളിറ്റീസ്, പ്രിൻസിപ്പിൾസ്, TQM, 8 എലമെൻറ്റ്സ്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഫിഷ് ബോൺ ഡയഗ്രാം, കൺട്രോളിങ്, എസെൻഷ്യൽസ് ഓഫ് ഗുഡ് കൺട്രോൾ സിസ്റ്റം, ഓർഗനൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ 5 മാർക്സ് പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.